ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ +2 ബയോളജി എക്സാമിൻ്റെ റിവ്യൂ ആണ്. ഫസ്റ്റ് തന്നെ പറയാം, എക്സാം വാസ് ഈസി, നല്ല ഈസി ആയിരുന്നു എക്സാം. അപ്പോൾ ഫസ്റ്റത്തെ ഒന്നാമത്തെ സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി, അങ്ങനെ കുറച്ച്. സെക്കൻഡ്, തേർഡിൻ്റെ ബസ്മതി, അത് നമുക്കറിയാം ബസ്മതി. എന്നിട്ട് ഫോർത്തിൻ്റെ ഫസ്റ്റ്, പിന്നെ ഫിഫ്ത്തിൻ്റെ 10%, സിക്സ്ത്ത് അത് എക്സ്പ്ലനേഷൻ. പിന്നെ ബാക്കിയെല്ലാം നല്ല ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻ. ആകെ ഇതിൽ കുറച്ച് ഡൗട്ട് വന്നത് വെച്ചാൽ 13ാമത്തെ ഒന്നാമത് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവാണ് എൻ്റെ ആൻസർ, അതായത് ബി. പിന്നെ ഒരു ഡൗട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ 18ാമത്തെ ബയോറിയാക്ടറിൻ്റെ ബോട്ടണിയിൽ, അത് ഞാൻ ബയോറിയാക്ടറിൻ്റെ ചിത്രങ്ങൾ പഠിച്ചിട്ട് പോയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ തന്നെ അതിലുണ്ട് വെറുതെ ഉണ്ടാക്കി എഴുതി. അന്ന് നോക്കിയപ്പോൾ അത് ശരി, സന്തോഷമായി. പിന്നെ ബാക്കിയുള്ള ഈസി ഉണ്ടായി. 19ാമത്തെ ഏതാണ് ഏറ്റവും കൂടുതലുള്ളത്, മൈസ് അല്ലെങ്കിൽ റാറ്റ് എന്ന് പറയാം, ഞാൻ റാറ്റ് എന്നാണ് ഇത്. പിന്നെ സോളജി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ തെറ്റാണ്, ഞങ്ങൾക്ക് അറിയുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചെയ്തില്ല, ലാസ്റ്റ് ചെയ്തത് തെറ്റി, ഞങ്ങൾക്ക് അറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ചെയ്തില്ല. പിന്നെ സെക്കൻഡത്തെ കോപ്പർ റിലീസിങ്, പിന്നെ എഫക്റ്റഡ് മീറ്റിംഗ്, പിന്നെ എന്താ പറയുക HGP. ഈ സാധനം ഞാൻ കുറേ ഉണ്ടാക്കി നോക്കി. പഠിച്ചോ, ഇതെന്താണ് ലാസ്റ്റ് മനസ്സിലായത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എഴുതി ലാസ്റ്റ്. എന്നിട്ട് ബാക്കിയെല്ലാം ഈസി ആയിരുന്നു. പിന്നെ കോർപ്പസ് ലൂട്ടിയം, അമ്നിയോസിന്തസിസ്. പിന്നെ 8ാമത്തെ ആരാണ് സിക്കിൾ സെൽ അനീമിക്, അത് ഈസി. 2ാമത്തെ ആൾ എന്തെന്ന് എക്സ്പ്ലെയിൻ ആക്കാം. പിന്നെ 10ാമത്തേൻ്റെ A പിറ്റ്യൂട്ടറി, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എഴുതാം. പിന്നെ B FSH, C ലേഡി സെല്ലും. പിന്നെ എൻ്റെ B ഓപ്ഷൻ അക്രോസോം. പിന്നെ 11ാമത്തെ ഈസി ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള ഓക്കെ നല്ല ഈസിയുള്ള പേപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? പ്ലീസ് കമ്മിങ് ഡൗൺ. അപ്പോൾ പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാകുന്നു. ഞാൻ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുന്നില്ല, അതായത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്നോട് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇമ്പ്രൂവ്മെൻറ്റ് ഞാനൊന്നും ചെയ്തില്ല. ഒരു കൊല്ലം കൊണ്ട് എഴുതിയെടുക്കാത്ത സാധനം നമ്മൾ 3-4 മാസം കൊണ്ട് എഴുതിയെടുക്കുന്ന പോലെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ എഴുതിയില്ല. ഞാൻ +1 തന്നെ തീരുമാനിച്ചിട്ടുണ്ടായി, ഇമ്പ്രൂവ്മെൻറ്റ് ഒന്നും ഞാൻ എഴുതില്ലാന്ന്. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ബയോളജി എക്സാം എങ്ങനെ ഉണ്ടായി പറയുക. ബൈ ബൈ.